ഞാൻ സരിത. എല്ലാവർക്കും സിമ്പിൾ ടിപ്സ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് കമൻസിൽ ചോദിക്കുന്ന ഒരു വീഡിയോ ആണ്. അണ്ടർ ഐ ഡാർക്ക്നെസ്, അതുപോലെ തന്നെ കണ്ണിനടിയിലുള്ള ചുളിവുകളൊക്കെ മാറാനായിട്ട് നമ്മൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന റെമഡി. പിന്നെ ഒരുപാട് റെമഡീസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സെയിം ഇതിൽ തന്നെ ഒരുപാട് റെമഡീസ് ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ചും കൂടി നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള, വീട്ടിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യണത്. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എപ്പോഴും ഈ കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പം ഒരു ഇൻഗ്രീഡിയൻസും സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാ ഇൻഗ്രീഡിയൻസും മസ്റ്റായിട്ട് ആഡ് ചെയ്യുക. കാരണം ഓരോന്നും ഓരോ പർപ്പസിനായിട്ടുള്ളതായിരിക്കും. അപ്പോൾ അത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാനായിട്ട് നോക്കരുത്. എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്, ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അണ്ടർ ഐ ക്രീമിന് വേണ്ടിയിട്ട് ആദ്യം എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കുംബറിൻ്റെ പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇത് സാലഡ് കുക്കുംബർ ഉണ്ടല്ലോ, അത് ഉണങ്ങിയിട്ട് പൊടിച്ചിട്ടുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പൗഡർ ഇല്ലാച്ചാൽ നിങ്ങൾ നമ്മുടെ കുക്കുംബർ ഒരു ചെറിയ പീസ് എടുത്തിട്ട് മിക്സിയിൽ അരച്ചിട്ട് ഒരു സ്പൂൺ എടുക്കുക. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പൊട്ടറ്റോയുടെ പൗഡറാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൊട്ടറ്റോ ഇങ്ങനെ പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം പൊട്ടറ്റോ അരച്ചിട്ട് അതിൻ്റെ നീരാണ് എടുക്കേണ്ടത്. നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ. അപ്പം നാടൻ കാപ്പിപ്പൊടി അല്ല എടുക്കുന്നത്, നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡറാണ്. ഇതാണ് കുറച്ച് കൂടുതലായിട്ട് റിസൾട്ട് കിട്ടുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂൺ സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ്. അപ്പോൾ ഇനി നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു സ്പൂൺ അലോവേര ജെൽ എടുക്കണം. അപ്പോൾ അലോവേര ജെൽ എടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കണ്ണിനടിയിലൊക്കെ അപ്ലൈ ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെ ഫ്രാഗ്രൻസ് ഫ്രീ ആയിരിക്കണം, അതുപോലെ തന്നെ കളർ ഫ്രീ ആയിട്ടുള്ളതാണ് എടുക്കേണ്ടത് കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ള നമ്മുടെ തന്നെ ബ്രാൻഡായിട്ടുള്ള ബ്രാമറയുടെയാണ് അലോവേര ജെൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ബോട്ടിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള കുക്കുംബറും പൊട്ടറ്റോയാണ് എടുക്കുന്നതെങ്കിൽ രണ്ടും കൂടെ മിക്സിയിൽ അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്താൽ മതി ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്ര തിക്നെസ് ഉണ്ടാവില്ല, കുറച്ച് ഒരു വാട്ടറി ആയിരിക്കും. പക്ഷേ നമുക്കിത് ഉണ്ടാക്കി വെച്ച് ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയിട്ട് ഒരു ബോട്ടിലാക്കിയിട്ട്, അപ്പോൾ ബോട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും വെള്ളനനവ് ഉണ്ടാവാനായിട്ട് പാടില്ല. ഇത് നമുക്ക് ഒട്ടും വെള്ളനനവില്ലാത്ത ബോട്ടിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. ഒരാഴ്ച വരെ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് 2 പ്രാവശ്യം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു പാക്ക് പോലെ കണ്ണിന് ചുറ്റും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 30 മിനിറ്റ്സ് വരെ വെച്ചിട്ട് നമുക്ക് കഴുകിക്കളയാം. അപ്പോൾ കുഞ്ഞുങ്ങൾക്കുമൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ, എല്ലാവർക്കും യൂസ് ചെയ്യാം. പിന്നെ മെയിനായിട്ട് ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റ് കോഫിയാണ്. ഇതിന് പകരമായിട്ട് നാടൻ കാപ്പിപ്പൊടിയൊന്നും ആഡ് ചെയ്യരുത്. കാരണം നാടൻ കാപ്പിപ്പൊടി എന്ന് പറയുമ്പോൾ അതിനകത്ത് തരി ഉണ്ടാവും. കണ്ണിന് അടിയിലെ സ്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സെൻസിറ്റീവാണ്. പിന്നെ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ മസ്റ്റായിട്ട് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ കേട്ടോ. കാരണം നമ്മുടെ കണ്ണിനടിയിലുള്ള ചുളിവുകളുണ്ടല്ലോ, കണ്ണിനടിയിലും സൈഡിലൊക്കെ ഉള്ള, സോ അത് മാറാനായിട്ട് നമ്മൾ മസ്റ്റായിട്ടും ഒരു ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. പറ്റുമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വൈറ്റമിൻ ഇ ഓയിൽ ഉണ്ടെങ്കിൽ 2 to 3 ഡ്രോപ്സ് അത് ആഡ് ചെയ്യണതും നല്ലതാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും തന്നെ സ്കിപ്പ് ചെയ്യരുത്. അലോവേര ജെല്ല് ഇതെല്ലാം തന്നെ ആഡ് ചെയ്യുക. കണ്ണിനടിയിൽ കറുപ്പ് മാറുന്നത് മാത്രമല്ല, ഭയങ്കര ഒരു റിലാക്സിങ് ഫീലാണ് കേട്ടോ. സോ അപ്പം രാവിലെയും വൈകിട്ടും യൂസ് ചെയ്യുക കേട്ടോ. 2 നേരം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടാവും. പിന്നെ 30 മിനിറ്റ്സ് വെക്കണം, അത് മറക്കരുത്. അതിനുശേഷം വൈപ്പ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. കൺസിസ്റ്റൻസി മസ്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. കാരണം ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഒന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് റിസൾട്ട് ഉണ്ടാവില്ല. ദിവസത്തിൽ 2 പ്രാവശ്യം ചെയ്യാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളത് റെഗുലറായിട്ട് ചെയ്ത് നോക്കുക. എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് ഉടനെ വരുന്നതായിരിക്കും. ബൈ ഫ്രം സരിത.